ഖനന അഴിമതി കേസിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഇഡി കസ്റ്റഡിയിൽ. ചെമ്പൈ സോറൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രി റാഞ്ചിയിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു. JMM അംഗങ്ങൾ രാജ്ഭവനിലെത്തിയിട്ടുണ്ട്. അർജുൻ പീതാംബരൻ ചേരുന്നു. അർജുൻ, ഒരുപാട് നേരമായി ഹേമന്ത് സോറനെ ഇഡി ചോദ്യം ചെയ്യുകയായിരുന്നു ഭൂമി അഴിമതി കേസുമായി ബന്ധപ്പെട്ട്. ആദ്യമൊക്കെ ഈ കൽപ്പന സോറനെ മുഖ്യമന്ത്രിയാക്കും എന്നൊരു വാർത്തകളൊക്കെയാണ് ആദ്യം പുറത്തു വന്നത്. പക്ഷേ ഇപ്പോൾ ചെമ്പൈ സോറൻ മുഖ്യമന്ത്രിയാകുന്നു എന്നൊരു കാര്യത്തിലേക്കൊക്കെ എത്തുന്നു. അപ്പോൾ നിലവിൽ എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ? സേതു, സോറൻ നിലവിൽ എന്തായാലും ഹേമന്ത് സോറൻ എന്തായാലും നിലവിൽ ED കസ്റ്റഡിയിൽ തന്നെയാണ് ഉള്ളത്. അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ള തരത്തിൽ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. പ്രത്യേകിച്ചും ED വൃത്തങ്ങളിൽ നിന്നും സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ള തരത്തിലാണ് റിപ്പോർട്ടുകൾ ഉള്ളത്. എന്തായാലും നിലവിൽ ED കസ്റ്റഡിയിൽ തന്നെയാണ് ഉള്ളത് ഹേമന്ത് സോറൻ. 7 മണിക്കൂർ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇപ്പോൾ ED കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഭൂമി കുംഭകോണ കേസും അതുപോലെ തന്നെ ഖനന അഴിമതി കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ ED ഹേമന്ത് സോറനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും. അത് ഔദ്യോഗികമായി തന്നെ ED അറിയിക്കുമെന്നുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ എല്ലാം എത്തിയിരിക്കുന്നത്. നിലവിൽ JMM MLA മാർ എല്ലാം തന്നെ രാജ്ഭവനിൽ എത്തിയിരിക്കുന്നു. അവർ പുതിയ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള കാര്യം കൂടിയുണ്ട്. ചെമ്പൈ സോറനാണ് ജാർഖണ്ഡിൻ്റെ പുതിയ മുഖ്യമന്ത്രി. ഇത്രയും നാൾ അവിടുത്തെ ഗതാഗത മന്ത്രിയെ സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. മാത്രമല്ല ഹേമന്ത് സോറൻ്റെ അടുത്തയാൾ കൂടെയാണ് ഈ ചെമ്പൈ സോറൻ എന്ന് പറയുന്ന മുൻ നിലവിലുള്ള ഗതാഗത മന്ത്രി. ഇപ്പോൾ അല്പം മുൻപാണ് ഗവർണറെ കാണാനായി രാജ്ഭവനിലെത്തി പുതിയ മുഖ്യമന്ത്രിയായി അധികാരമേറ്റിരിക്കുന്നത്. നേരത്തെ 3 പേരുകളായിരുന്നു പരിഗണനയിൽ ഉണ്ടായിരുന്നത്. ഒന്ന് എന്ന് പറയുന്നത് കൽപ്പന സോറനാണ്, ഹേമന്ത് സോറൻ്റെ ഭാര്യ. മറ്റൊന്ന് ഹേമന്ത് സോറൻ്റെ സഹോദരനായിട്ടുള്ള ബസന്ത് സോറൻ. ആരാകണം മുഖ്യമന്ത്രി എന്നുള്ള തരത്തിൽ ചെറിയൊരു ഭിന്നത MLA മാർക്കകത്ത് തന്നെ നിലനിന്നിരുന്നു എന്നുള്ള തരത്തിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതിന് പിന്നാലെയാണ് MLA മാർ ഏകപക്ഷീയമായി ഇത്തരത്തിൽ ഏകകണ്ഠമായി ചെമ്പൈ സോറിൻ്റെ പേര് നിർദ്ദേശിച്ചത് അല്ലെങ്കിൽ തിരഞ്ഞെടുത്തത് എന്നുള്ള കാര്യത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ എല്ലാം എത്തിയിരിക്കുന്നത്. ഒരു ബ്ലാങ്ക് പേപ്പറിൽ, വെള്ള പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തു എന്നുള്ള കാര്യമാണ്. അതിൽ പിന്നാലെയാണ് ചെമ്പൈ സോറിനെ മുഖ്യമന്ത്രിയായി JMM തിരഞ്ഞെടുത്തിരിക്കുന്നത്. 8 മണിക്കൂർ നീണ്ട ഒരു ചോദ്യം ചെയ്യൽ തന്നെയായിരുന്നു ഇത്രയും നേരം സോറൻ്റെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു ED ഉദ്യോഗസ്ഥർ ഹേമന്ത് സോറൻ്റെ റാഞ്ചിയിലെ വസതിയിലേക്ക് എത്തുകയും ചോദ്യം ചെയ്യലും ആരംഭിച്ചത്. കനത്ത ഒരു സുരക്ഷയുടെ മധ്യത്തിലായിരുന്നു ഈ ചോദ്യം ചെയ്യൽ മുഴുവനും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ അടുക്കുമെന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ തന്നെ രാജ്ഭവന് ചുറ്റും അതുപോലെ തന്നെ ഹേമന്ത് സോറൻ്റെ വീടിന് ചുറ്റും ED ഓഫീസിന് ചുറ്റും സെക്ഷൻ 144 ആയിട്ടുള്ള നിരോധനാജ്ഞ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരുന്നു. അതിന് പ്രധാനമായിട്ടുള്ള കാര്യം ഈ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ രാജ്ഭവൻ വളയാനായിട്ട് JMM MLA മാർക്കും അതുപോലെ പ്രവർത്തകരെയും അണികളെയും എല്ലാം തന്നെ ആഹ്വാനം നടത്തി JMM എന്നുള്ള തരത്തിൽ ഉൾപ്പെടെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതനുസരിച്ച് വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ ഉൾപ്പെടെ ജാർഖണ്ഡിൽ റാഞ്ചിയിൽ നിറഞ്ഞു നിന്നിരുന്നു. അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് വലിയ രീതിയിലുള്ള സുരക്ഷ. പ്രത്യേകിച്ചും ED ഉദ്യോഗസ്ഥർ അടക്കം ഹെൽമെറ്റ് അടക്കം ധരിച്ച് ഈ ഹേമന്ത് സോറൻ്റെ വീടിനകത്തേക്ക് ചോദ്യം ചെയ്യാനായി വരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ 7 മണിക്കൂർ നീണ്ടു നിന്ന ചോദ്യം ചെയ്യൽ. അതിന് പിന്നാലെ ED കസ്റ്റഡിയിലാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യം. അറസ്റ്റ് ചെയ്തു എന്നുള്ള തരത്തിൽ, അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകളുണ്ട്. പക്ഷെ അത് സ്ഥിരീകരിക്കാൻ ഒരു പക്ഷേ അല്പം സമയം കൂടി എടുത്തേക്കുമെന്നുള്ള കാര്യം തന്നെയാണ്